വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചാനൽ ഓഫാണ്, നമുക്ക് ഓണം വരാനാണ് പോകുന്നത്. അപ്പോൾ ഓണം സെലിബ്രേഷൻ ഉണ്ട്, അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പിന്നെ നമുക്കൊരു ബാപ്റ്റിസം ഹാമ്പർ ചെയ്യാനുണ്ട്, അപ്പോൾ അതിൻ്റെയും സാധനങ്ങൾ വാങ്ങണം. പിച്ചാൻ ഞാനും കൂടി ഇപ്പോൾ ബ്രോഡ്വേ പോവാണ്. പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒന്ന് പോയിക്കൊണ്ടിരിക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബൈ ബൈ എന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബാ. സർപ്രൈസ് കണ്ണടക്കി. ഓ മൈ ഗാഡ്. സൂപ്പർ. ഈ ആ പാക്കറ്റിൽ എന്താ നോക്കിയേ. സൂപ്പർ. ഇഷ്ടായി. ഉറക്കിക്കോ. മുടി കുഞ്ഞി മുടി മുടി കെട്ടി വെക്കാറില്ല, അതുപോലെ കെട്ടി വെച്ചൊക്കെ. എന്താ ഇത് മുടി രണ്ട് മുടിയുണ്ട്, രണ്ട് സൈഡിലും മുടി മടഞ്ഞിട്ടൊക്കെ. ബാഗ് ഉണ്ടോ? ആർക്ക് ബാഗ് ഉണ്ട്? ഓ, കുഞ്ഞിയുടെ ബാഗിൽ ഡോറയുണ്ട്. നമ്മുടെ ഒരു കുഞ്ഞ് എന്താ പറയാ, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞത് വീട്ടിലേക്ക് എത്തി. നല്ല ക്ഷീണമുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു കുഞ്ഞിക്കാറ്റൊരു പൂവ് അന്വേഷിച്ച് ബ്രോഡ്വേയിൽ കയറാത്ത കടകളില്ല. അവസാനം അത് കിട്ടിയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് സെറ്റാക്കണം. തമ്പുരാനെ ഒരു വലിച്ചിരി ചൂരിയിടില്ലേ. ഇതെന്താ സോപ്പോ? സോപ്പ് കിട്ടിയാണ്. അയ്യോ, തെറ്റിയെടുത്തു. അപ്പോ പതുക്കെ വിട്ട് അങ്ങനല്ലേ തമ്പുരാനെ. അതെ, നിനക്ക് അതിന്റെ അടിയിലൊരു സാധനം ഉണ്ടായിരുന്നു. കൊച്ച് പേടിച്ചു പോയി. നിനക്ക് ഇതിന്റെ അടിയില് ലൈറ്റ് ഉണ്ടെന്ന്. ഈ സാധനം ഇവിടുത്തെ ഈ സാധനം കളേ. അടച്ചേ. ലൈറ്റാ. പാട്ട എന്താ അങ്ങോട്ട് കൊണ്ടുവരാനുണ്ടെന്ന് പറയണ്ടായിരുന്നു ചേട്ടൻ. ഒന്നുമില്ലേ? അയ്യോ, അല്ലാണ്ട് അമർത്തി പ്രസ് ചെയ്യണ്ടല്ലേ. എന്താണ് അവിടെ? കൈ ഇത്രയ്ക്ക് പൊന്തുള്ളൂ. എത്ര ദിവസത്തേക്ക് ഉണ്ടാവും? നമ്മൾ ഇന്ന് പിള്ളേർക്ക് സർപ്രൈസ് ആയിട്ടൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകണേ. അയ്യോ, കുഞ്ഞിയുടെ ചെരുപ്പ് പോയി. ചെരുപ്പ് പോയില്ല. അവൾ അറിഞ്ഞിട്ടും കൂടി ഇല്ല. അവള് നല്ല ഉറക്കാണല്ലേ. ജോഷി, നമ്മൾ എങ്ങോട്ട് പോണെന്നറിയോ? വാട്ടർ മെട്രോ. എന്നിട്ട് മുഖത്ത് പാടെന്തോ ആയിണ്ടല്ലോ. ആദ്യമായിട്ടല്ലേ കയറാൻ പോണേ അല്ലേ? മുമ്പ് പോയിട്ടില്ലല്ലോ. എക്സൈറ്റഡ്? ശരിക്കും കുഞ്ഞിപ്പെണ്ണാണ് കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നത്. കാരണം അവൾ നമ്മുടെ സഫാരിയിൽ ഈ വാട്ടർ മെട്രോ ഒക്കെ കണ്ടിട്ട് അതിൽ കയറണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ അത് പ്രമാണിച്ചാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. പക്ഷെ വരണ വഴിക്ക് തന്നെ ആൾ ഫ്ലൈറ്റായി. ഇനി കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ വാശി കൂടും. അപ്പോൾ അത് കാരണം ഞങ്ങൾ എഴുന്നേൽപ്പിച്ചില്ല. അവളായിട്ട് എഴുന്നേറ്റ് കണ്ടാൽ കണ്ടു, അതല്ലെങ്കിൽ വേറെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ വാട്ടർ മെട്രോ എന്നാണ് ലോഞ്ച് ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല. ഏതായാലും എനിക്കറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ അറിവിൽ കുറച്ച് പേരിൽ ഏറ്റവും ലാസ്റ്റായിട്ട് വാട്ടർ മെട്രോ കയറുന്ന ഒരാൾ ഞാനായിരിക്കും. എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്, നീ ഇവിടെ തൊട്ടടുത്ത് കിടന്നിട്ട് ഇതുവരെ ഈ കുന്ത്രാണ്ടത്തിനുള്ളിൽ കയറിയില്ലേ എന്ന്. പക്ഷേ
എന്ത് ചെയ്യാനോ, നമുക്ക് ഈ പോത്തീസ് ലുലു നമ്മുടെ ഫോട്ടോ വെച്ചി എന്നല്ലാണ്ട് അതിൻ്റെ ഇടയിൽ ഫോട്ടോ വെച്ചിക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാമെന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇത് ഏതായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മളിങ്ങനെ ഫോട്ടോ വെച്ചിക്ക് കാറിലും ബൈക്കിലും പിന്നെ റോറോയിലൊക്കെയാണ് കയറി പോകാറുള്ളത്. പക്ഷേ അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഒരു ഫീൽ ഗുഡായി തോന്നിയത് ഇത് തന്നെയാണ്. ഇപ്പം നമ്മൾ പോണ സമയത്ത് അങ്ങനെ കുറേ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, കുറേ സീറ്റൊക്കെ ഫ്രീ ആയിരുന്നു. നമുക്ക് കുറച്ചും കൂടി ഒരു പ്രൈവസി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റി. നമുക്ക് കുറേ നേരം ഫോട്ടോ വെച്ച് നിൽക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം തിരിച്ച് വേഗം നമുക്ക് വീട്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ യൂണിറ്റിൻ്റെ ഓണം സെലിബ്രേഷനാണ് വരുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് അതിൻ്റെ തിരുവാതിരക്കളിയുടെ പ്രാക്ടീസൊക്കെ ഉണ്ട്. ഇവിടെ നിന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ചച്ചുമോനെ കാര്യം മനസ്സിലായി. നമ്മൾ ഫോട്ടോ വെച്ചാണ് വന്നിക്കണം, ഇവിടെ അടുത്ത് നമുക്ക് പാർക്ക് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ചെക്കന് പാർക്കിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ പാർക്കിലേക്ക് കയറി. നമ്മൾ ബീച്ചിൻ്റെ അവിടേക്ക് അങ്ങനെ അധികം പോയില്ല, കാരണം ഒന്നാമത്തെ നമ്മുടെ സമയമില്ല. പിന്നെ പിള്ളേർക്ക് ഇഷ്ടം ഇവിടെ പാർക്കിൽ കളിക്കുന്നതാണ്. കുഞ്ഞിപ്പെണ്ണ് ഇപ്പോഴും ഉറക്കമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അവളൊന്ന് ഓണായി സെറ്റായി വന്നത്. എന്താണ് ഉറക്കപ്പീച്ചേറ്റ് കുഞ്ഞിക്കൊന്നും കണ്ണ് കാണില്ല. വേണ്ട, ആ ചെരുപ്പെടുത്തോ അങ്ങോട്ട്. എങ്ങനെ കയറണേ? ഓ എന്തേ കുഞ്ഞിക്ക് ക്ഷീണം? കഴിക്കണം. വിശക്കണുണ്ടോ കുഞ്ഞിക്ക്? കുഞ്ഞിപ്പോഴാണെന്ന് ഓണായേ. മുടി ഇരിക്കണ നോക്ക, കരച്ചില് മുടി പോലും കെട്ടാൻ പറ്റിയില്ല. നല്ല സുഖമുണ്ടോ ചച്ചുമോനെ? കുഞ്ഞു സെറ്റ് സെറ്റ്. ബാ ഐസ്ക്രീം കഴിക്കാം. ബായോ. ഇവിടെ മുഖം തുടക്കിയായിരുന്നു കേട്ടാ, ഫുള്ള് ചോക്ലേറ്റ് ഐസ്ക്രീം. പിരികത്തുമ്മ വരെ ഉണ്ട്. ആ കുഞ്ഞി സൂപ്പർ. ആ ബെസ്റ്റ്. ചേന്റെ കൈ കാരണം എന്റെ തല കണ്ടില്ല. എടിയേ പുറത്തെ കാഴ്ചകളാണ്. വാ. ഫോട്ടോഷീന്ന് വന്ന് നമ്മുടെ തിരുവാതിരക്കളി പ്രാക്ടീസും കഴിഞ്ഞ് ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മളിതേ പോത്തീസിൽ വന്നിക്കാണ്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണനും ചച്ചുമോനൊക്കെ ഒരു കുഞ്ഞുടുപ്പ് വാങ്ങണം. എന്ത് എന്നിട്ട് വേണം? ഇതോ? ആ വാങ്ങാം. നിനക്ക് എല്ലാം വേണോ നിനക്ക്? ആ എല്ലാം ഒന്നുമില്ല. ഇതേ അപ്പതേ അവിടെ നോക്കണെടുത്തിട്ടാണ്ടൊക്കെ നോക്കണ്ട, പോയി നോക്ക്. എടുത്തോ. ഒരു ഹായ് പറഞ്ഞേ. ഇഷ്ടമായ കുഞ്ഞിപ്പെണ്ണിൻ്റെ പാമ്പേഴ്സൊക്കെ ബുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.